നമ്മൾ കേൾക്കാൻ പോകുന്നത് സ്പീഡ് ആൻഡ് ലവ് എന്ന ചൈനീസ് ഡ്രാമയുടെ 8ാമത്തെ എപ്പിസോഡാണ്. വീഡിയോയിലോട്ട് പോണതിന് മുമ്പ് ലൈക്ക് ചെയ്യാത്തൊരു ലൈക്ക് ചെയ്തേക്കൂ. എന്നാൽ പിന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. എപ്പിസോഡിന്റെ ആരംഭത്തിൽ തന്നെ മുമ്മു ഒരു സ്ഥലത്ത് വന്നിട്ടുണ്ട്. അവിടെ തന്നെ കുറെ അധികം കാറുകളൊക്കെ കൂട്ടിയിട്ടിട്ടുണ്ട്. അതേ സ്ഥലത്ത് തന്നെ ഓണറും ഉണ്ട്. മുമ്മു എന്തോ ഒരു സാധനം കഴിക്കാനായിട്ട് വാങ്ങുന്നുണ്ട്. എന്തോ ഒരു സാധനം കുടിക്കാനായിട്ടുള്ളതാണ്. ഓണർ അവിടെ നിൽക്കുമ്പോൾ അങ്ങോട്ടൊരു കാറ് വരുന്നുണ്ട്. ഓണർ ആ കാറിലിരിക്കുന്ന ആളോട് പറയും, ഈ കാറിന്റെ എഞ്ചിന് എന്തോ ഒരു കംപ്ലൈന്റ് ഉണ്ട്, എന്തോ ഒരു സ്ക്രൂ മറ്റോ ലൂസാണ്, അത് കറക്റ്റാക്കി തരാമെന്ന് പറഞ്ഞിട്ട് എഞ്ചിൻ തുറന്ന് നോക്കും. ആ നേരം മുമ്മു ഓണറിനെ കാണാതെ ആ കാറിന്റെ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. എന്നാൽ അവൾ അറിയുന്നില്ലല്ലോ ഓണർ അവിടെ നിൽക്കുന്ന കാര്യം. ഓണർ അവളെ ചെന്ന് വിളിക്കും, എന്താ നീ ഇവിടെ എന്താ ഇവിടെ എടുക്കുന്നതെന്ന്. അതുമല്ല അവളുടെ കയ്യിലിരിക്കുന്ന ആ ഒരു ഡ്രിങ്ക് ഉണ്ടല്ലോ, അത് ഒട്ടും കൊള്ളത്തില്ല, ഏറ്റവും ടേസ്റ്റ് ഇല്ലാത്ത ഡ്രിങ്ക് ആണ് നീ വാങ്ങിച്ചതെന്ന് പറയും. നിനക്ക് അടിപൊളി ഡ്രിങ്ക് വേണമെങ്കിൽ എന്റെ കൂടെ വാന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് മാറിപ്പോകുമ്പോൾ അവൾ ആ ഡ്രിങ്ക് കഴിച്ചു നോക്കും. പോരാ, അത്ര ടേസ്റ്റ് ഇല്ല. അതുകൊണ്ട് തന്നെ അവന്റെ പിന്നാലെ ചെല്ലും. അവനും എന്തോ ഒരു ഡ്രിങ്ക് അവന്റെ കാറ് തുറന്ന് എടുത്തുണ്ടാക്കി കൊടുക്കുകയാണ്. അത് ആൽക്കഹോളിക് അല്ല, അല്ലാത്ത എന്തോ ഒരു ഡ്രിങ്ക് ആണ്. മുമ്പ് എന്തിനാ ഇവിടെ വന്നതെന്ന് ചോദിക്കുമ്പോൾ കൂട്ടുകാരൻ അവളെ ക്ഷണിച്ചാന്ന് പറയും, എന്തോ ഒരു റേസിന് വേണ്ടിയിട്ട്. മറ്റൊന്നുമല്ല, ഇന്നാണ് കൂട്ടുകാരന്റെയും അതുപോലെ തന്നെ ഓണറിന്റെ റേസ് വരാനിരിക്കുന്നത്. അപ്പൊ അതിനുവേണ്ടി അവളെ ക്ഷണിച്ചതാണ്. എന്തായാലും അവളെ ഇവിടെ നിൽക്കാനാണ് കൂട്ടുകാരൻ പറഞ്ഞത്. ഇവിടെ വന്ന് മുമ്മുനെ അവൻ വിളിച്ചോണ്ട് പോവാന്ന്. എന്തായാലും ഓണർ അവളെ വിളിക്കും, മലമുകളിൽ പോവാം, അവിടാണ് റേസ് നടക്കാൻ പോകുന്നതെന്ന്. എന്നാൽ അവള് പറയും, എന്നെ കൂട്ടുകാരൻ ഇവിടെ വിളിക്കാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ വരത്തില്ല എന്ന്. പക്ഷെ ആ നേരം അവളുടെ ഫോണിലോട്ട് മെസ്സേജ് വരും. അയച്ചത് മറ്റാരുമല്ല, കൂട്ടുകാരൻ തന്നെയാണ്. മലമുകളിലോട്ട് വന്നാൽ മതി, അവിടാണ് റേസ് നടക്കാൻ പോണേന്ന് പറഞ്ഞിട്ട്. അതുപോലെ തന്നെ ഓണറും പറയും, ഞാനാണ് അവനെ ക്ഷണിച്ചിട്ടുള്ളത്, അതുകൊണ്ട് എന്റെ കൂടെ വന്നാൽ മതി, നമുക്ക് ഒരുമിച്ച് അവനെ മലമുകളിൽ കാണാമെന്ന് പറഞ്ഞ് അവളെയും വിളിച്ച് കാർ എടുത്ത് അവിടെ നിന്ന് പോകും. എന്തായാലും രാത്രി ആയിട്ടുണ്ട്. അന്നേരം മുമ്മും ഓണറും ബാക്കി കുറെ ആൾക്കാരും അവിടെ കാത്തു നിൽക്കുകയാണ്. ആർക്ക് വേണ്ടിയിട്ട്? കൂട്ടുകാരന് വേണ്ടിയിട്ട്. എന്നാൽ ഈ കൂട്ടുകാരൻ വരുന്ന കാര്യങ്ങളൊക്കെ അവർ CCTV ക്യാമറ വഴി കാണുന്നുണ്ട്. കൂട്ടുകാരൻ നേരെ ചൊവ്വയൊന്നും അല്ല കാർ ഓടിച്ച് വരുന്നത്. കൺട്രോൾ തെറ്റിയിട്ട് ട്രക്ക് ജസ്റ്റ് ഒന്ന് റോഡിൽ നിന്ന് പുറത്തു പോകുന്നുണ്ട്. അവനത് എടുക്കാനായിട്ട് കഷ്ടപ്പെടുന്നുണ്ട്. ഇതെല്ലാം കണ്ടുകൊണ്ട് ആൾക്കാർ അവിടെ നിൽക്കുകയാണ്. അവർക്ക് മനസ്സിലായി അവൻ അത്ര നല്ല ഡ്രൈവറൊന്നും അല്ലാന്ന്. എന്തായാലും അവൻ കാർ ഓടിച്ച് അവിടെ ചെല്ലും. ആ നേരം മുമ്മു അവന്റെ അടുത്തോട്ട് ഓടി വരാണ്. അവൻ ലക്കിന് വേണ്ടിയിട്ട് കഴുത്തിൽ എന്തൊക്കെയോ ഒരു സ്കാർഫൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇതിനുശേഷം എന്താ, ഓണറിന്റെയും അവന്റെ റേസ് ആണ്. രണ്ടുപേരും കാർ കൊണ്ടുവന്ന് സ്റ്റാർട്ടിംഗ് ലൈനിൽ നിർത്തും റേസ് ചെയ്യാനായിട്ട്. ആ നേരം മുമ്മു വന്ന് കൂട്ടുകാരനോട് പറയും, സൂക്ഷിച്ചൊക്കെ ഓടിക്കണം, പതി ഓടിച്ചാൽ മതി, നിന്നെ കൊണ്ട് കഴിയുമെന്ന്. ഇതും പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് മാറിപ്പോകുമ്പോൾ ഓണർ ഒരു കാര്യം പറയും, നിന്റെ വലിയ ട്രക്കില്ലേ, അതുകൊണ്ട് തന്നെ കുറച്ച് സ്റ്റാർട്ടിങ് ഞാൻ നിനക്ക് തരാം, നീ പോയിട്ട് 5 സെക്കൻഡ് കഴിഞ്ഞ് ഞാൻ വരത്തോളന്ന്. ഇവന്റെ വലിയ ട്രക്ക് ആയതുകൊണ്ട് തന്നെ അത് വലിക്കാൻ പാടുപെടുമെന്നാണ് ഓണർ പറയുന്നത്. പക്ഷെ അത് ഒരുപാട് പവർഫുൾ ആയിട്ടുള്ള ട്രക്കാണ്, അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് വലിച്ചെടുത്തോണ്ട് പോകും. ഈ ഒരു റേസ് കാറിനെ കാട്ടി സ്പീഡ് അതിന് കാണും. ഓ ആയിക്കോട്ടെ എന്ന് ലവനും പറയും. ആര്? കൂട്ടുകാരൻ. അങ്ങനെ റേസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കൂട്ടുകാരൻ പെട്ടെന്ന് തന്നെ ട്രക്ക് എടുത്തോണ്ട് പോകും. പക്ഷേ ട്രക്ക് കൺട്രോളിൽ നിൽക്കത്തില്ല, പകരം ഞെരങ്ങി അവിടെ പോയി വീഴുമെന്ന് പറഞ്ഞാൽ ഞെരങ്ങി അവിടെ നിൽക്കും. എന്നാൽ അവൻ പെട്ടെന്ന് തന്നെ ട്രാക്ക് മാറ്റും. ഓണർ അങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ കൂട്ടുകാരൻ പറയും, അതായത് ഞാൻ ഫസ്റ്റ് പോയിട്ട് നീ സെക്കൻഡ് വരുന്നത് അത് റേസിന് യോജിച്ചതല്ലോ, ഒരേപോലെ ഒരുമിച്ച് എടുത്തോണ്ട് പോകുന്നതല്ലേ നല്ലതെന്ന് ചോദിക്കും. അവന്റെ കൺട്രോളിൽ നിന്ന് പോയതാണെന്ന് അവ സമ്മതിക്കത്തില്ല. പക്ഷെ കണ്ടു നിന്ന ബാക്കിയുള്ള ആൾക്കാർക്കൊക്കെ മനസ്സിലായി അത് അവന്റെ കൺട്രോളിൽ നിന്ന് പോയതാന്നുള്ള കാര്യം. അതുപോലെ ഓണറിന് മനസ്സിലായിട്ടുണ്ട് അന്ന് മലമുകളിൽ വെച്ച് റേസ് ചെയ്തത് അവനല്ലാന്ന്. തൽക്കാലത്തേക്ക് നമുക്ക് റേസ് ഒന്നും വേണ്ട, താഴെ വെച്ച് കാണാന്ന് പറഞ്ഞിട്ട് ഓണർ അവിടെ നിന്ന് മാറിപ്പോവും. ആ നേരം മുമു കൂടെ അങ്ങോട്ട് വരും. ഇന്ന് എന്തായാലും റേസ് നടത്താൻ പോകുന്നില്ല, അതിന്റെ ഒരു മൂഡ് അവൻ അങ്ങ് കളഞ്ഞു. വണ്ടി ഓടിച്ച് തെറ്റിച്ചിട്ടെ. മുമു വന്നിട്ട് ഞാൻ കാർ എടുക്കാന്ന് പറഞ്ഞിട്ട് അവളാണ് കാർ എടുക്കുന്നത്. മലയിൽ നിന്ന് താഴോട്ട് കാർ ഓടിച്ച് പോകുന്നത് മറ്റാരുമല്ല, അത് മുമു തന്നെയാണ്. അതുപോലെ ഓണർ അവിടെ നിന്ന് പോയ സമയത്ത് മറ്റേ തൊപ്പി വാങ്ങിച്ചുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. ആരുടെ? നമ്മുടെ ജിന്നു കൂട്ടുകാരൻ ഒരു തൊപ്പി കൊടുത്തില്ലായിരുന്നോ അന്ന് റേസ് ചെയ്യാൻ പോവാൻ നേരത്ത്? കാറൊക്കെ കൊണ്ടുവന്ന് കാണിച്ചപ്പോ ആ ഒരു തൊപ്പി ഓണർ വാങ്ങിച്ചോണ്ട് പോയിട്ടുണ്ടായിരുന്നു. അത് അവൻ തന്നെ ജിന്നിനെ ഏൽപ്പിച്ചോളാന്ന് പറഞ്ഞിട്ട്. അത് ജിന്നിന്റെ തൊപ്പിയാണെന്ന് അവന് മനസ്സിലായി. കാരണം റേസ് ചെയ്തപ്പോ കൂട്ടുകാരൻ അവന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാനായിട്ട് കഴിഞ്ഞില്ലല്ലോ. അന്ന് റേസ് ചെയ്തപ്പോ ആ ഒരു കാറിന് പിടിച്ചു നിൽക്കാനായിട്ട് കഴിഞ്ഞു. അത് മറ്റൊന്നും കൊണ്ടല്ല, അത് ഓടിച്ചത് ജിന്നാണ്. ഇതിനുശേഷം മുമ്മും കൂട്ടുകാരനും കൂടെ കാർ ഓടിച്ച് താഴെ ചെല്ലും. അവിടെ തന്നെ കുറെ അധികം കടകളൊക്കെ ഉണ്ട്. അവള് പെട്ടെന്നാണ് വണ്ടി ഓടിച്ച് വന്നത്. സാധാരണ ഒരാളെ കൊണ്ട് ഇത്രയും പെട്ടെന്ന് വണ്ടി ഓടിച്ച് വരാനായിട്ട് കഴിയത്തില്ല. ഇവൾ ഇത്രയും പെട്ടെന്ന് വണ്ടി ഓടിച്ചു വന്ന കാര്യം ദൂരെ നിന്ന് ഓണർ കാണുന്നുണ്ട്. അവൻ കാറിൽ ഇരിപ്പുണ്ടായിരുന്നു. എന്നാൽ അവൻ നോക്കുന്ന കാര്യം കൂട്ടുകാരനും മുമ്മുനും അറിയത്തില്ല. ഇവർ രണ്ടുപേരും പോയി കടയിൽ നിന്ന് എന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ കൂട്ടുകാരൻ മുമ്മുനോട് പറയുന്നുണ്ട് ആ ഒരു തൊപ്പി ഓണർ വാങ്ങിച്ചോണ്ട് പോയെന്ന്. അത് ആരുടെ തൊപ്പിയാന്ന് ചോദിക്കുമ്പോൾ അത് ജിന്നിന്റെ തൊപ്പിയാന്ന് പറയും. ഈ ജിന്നെന്ന് പറയുന്ന കാര്യം ഓണർ കേട്ടിട്ടുണ്ട്. ഓണറിന് ഉറപ്പായി അത് ജിന്നാണ് വണ്ടി ഓടിച്ചതെന്ന്. അതുകൊണ്ട് തന്നെ അവൻ ഈ സത്യം മനസ്സിലാക്കിയിട്ട് അവിടെ നിന്ന് കാർ എടുത്ത് പോകും. ഇവരെന്തൊക്കെയോ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് തിരിച്ചു വന്ന് നോക്കുമ്പോൾ ആ ട്രക്കിന്റെ സൈഡിൽ മൊത്തം പെമ്പിള്ളാരാണ്. അവര് ഫോട്ടോ എടുക്കാനായിട്ട് വന്നതാണ്. എന്നാ പിന്നെ എന്നെ കൂടെ ചേർത്ത് ഫോട്ടോ എടുത്തോന്ന് പറഞ്ഞിട്ട് കൂട്ടുകാരനും അവരുടെ കൂടെ കയറി നിൽക്കും ഫോട്ടോ എടുക്കാനായിട്ട്. അങ്ങനെ എല്ലാരും കൂടെ ഫോട്ടോ എടുത്തിട്ട് അവിടെ നിന്ന് മാറിപ്പോകും. ബാക്കിയുള്ള പെമ്പിള്ളാരൊക്കെ അവിടെ നിന്ന് മാറിപ്പോയതിനു ശേഷം കൂട്ടുകാരൻ മുമ്മുനോട് അവനെ പറ്റി പൊക്കാനായിട്ട് തുടങ്ങും. അവൻ നല്ല സുന്ദരനായത് കൊണ്ടാണ് പെമ്പിള്ളാരെല്ലാരും വരുന്നതെന്ന് പറഞ്ഞിട്ട്. എന്നാലും മുമ്മു അവന്റെ അടുത്ത് കുറച്ച് ടിപ്സ് ഒക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അവന്റെ മുടി ഇങ്ങനെ കട്ട് ചെയ്ത് അടിപൊളിയായിരിക്കും, ഇത്രയും നീളത്തിൽ വളർത്തണ്ട, കുറച്ച് ചീവി വൃത്തിയാക്കി വെട്ടി കുറച്ച് വെക്കുകയാണെങ്കിൽ അത്ര അടിപൊളിയായിരിക്കും എന്ന്. ഇതെല്ലാം മുമ്മു പറഞ്ഞു കഴിഞ്ഞിട്ട്
ഇവർ രണ്ടുപേരും കൂടെ കാർ എടുത്ത് പോകും. പിറ്റേ ദിവസം കൂട്ടുകാരൻ മുടിയൊക്കെ വെട്ടി സുന്ദരനായിട്ട് വർക്ക്ഷോപ്പിൽ വന്നേക്കാണ്. മുമു പറഞ്ഞതുകൊണ്ടാണ്. മുമു ഇങ്ങനെയൊക്കെ വെട്ടിയാൽ അവനെ കാണാൻ അടിപൊളിയായിരിക്കും എന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ടാണ് മുടിയൊക്കെ വെട്ടി വന്നേക്കുന്നത്. എല്ലാരും ഇത് കണ്ട് ആകെ അന്താളിച്ച് നിന്നുപോകും. ഇവൻ കുറെ നാൾക്ക് ശേഷമാണ് മുടി വെട്ടിയിരിക്കുന്നത്. അതുപോലെ ഇവൻ ജിന്നിന്റെ അടുത്ത് പോയിട്ട് കുറെ തുള്ളിച്ചാടും, നിന്നെ കാട്ടി ഞാൻ സുന്ദരനായെന്ന് പറഞ്ഞിട്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് അവൻ ഒരു സൈഡിൽ മാറി നിൽക്കുമ്പോൾ അങ്ങോട്ട് മുമു കൂടെ കയറി വരും. പക്ഷെ മുമു ആദ്യം അവനെ കാണത്തില്ല. അവൾ എന്തോ വെപ്രാളപ്പെട്ട് നടന്നു പോകുമ്പോഴായിരിക്കും അവനൊന്ന് ചുമക്കുന്നത്. അവള് തിരിഞ്ഞു നോക്കുമ്പോൾ ഇതുവരെ കാണാത്തൊരു രൂപം. അവൻ മുടിയൊക്കെ വെട്ടി നല്ല സുന്ദരനായിട്ടുണ്ട്. അവൾക്കും ഈ ഒരു രൂപം കണ്ടിട്ട് ഒരുപാട് ഇഷ്ടപ്പെടും. കാരണം അവൾ ആദ്യമായിട്ടാണ് അവന്റെ ഒരു നെറ്റി ഭാഗം കാണുന്നത്. ഇതുവരെ അത്രയും നന്നായിട്ട് കണ്ടിട്ടില്ല. അതുപോലെ തന്നെ അവന്റെ കയ്യിൽ ഒരുപാട് ചെയിനൊക്കെ കിടപ്പുണ്ട്. അതൊക്കെ എവിടെന്നാ വാങ്ങിച്ചത്, അടിപൊളിയായിട്ടുണ്ട്, എനിക്ക് വേണമെന്ന് പറയുമ്പോൾ അവൻ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. ആ നേരം ജിന്ന് അവളെ ദൂരെന്ന് വിളിക്കും. അവൻ എന്തോ ജലസ് പോലെ കൂട്ടുകാരനോട് ഇത്ര അടുത്ത് സംസാരിക്കുമ്പോഴേ ജിന്ന് അവളെ അടുത്തോട്ട് വിളിക്കുമ്പോൾ അവളും അവന്റെ പിന്നാലെ ചെല്ലുന്നുണ്ട്. അവന്റെ ദേഹങ്ങളൊക്കെ വൃത്തിയാക്കാണ്, അതായത് കൈയൊക്കെ കഴുകാണ്. ആ നേരം മുമു അങ്ങോട്ട് വന്നിട്ട് അവനോട് പറയും ഈ കൂട്ടുകാരനെ പറ്റി. അവനെ കാണാൻ എന്തൊരു ഭംഗിയാണല്ലേ മുടിയൊക്കെ വെട്ടിയതിന് ശേഷം എന്ന് ചോദിച്ചിട്ട്. എന്നാൽ ജിന്ന് അവളോട് ചോദിക്കും, നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? ഇത്രയും നാളെ നീ ഇവിടെ വന്നിട്ടില്ല, എന്നാൽ കുറെ വർഷങ്ങൾക്ക് ശേഷം നീ തായ്ലാന്റിലോട്ട് വന്നു നമ്മളെ കാണാനായിട്ട്. ബാക്കിയുള്ള ആൾക്കാരൊക്കെ അറിഞ്ഞാൽ എന്ത് വിചാരിക്കും? നീ എന്റെ സിസ്റ്റർ അല്ല എന്നുള്ള കാര്യം അവര് തെറ്റിദ്ധരിക്കത്തില്ലേ എന്ന് ചോദിച്ച് അവളുടെ അടുത്തോട്ട് ചെല്ലും. അതല്ല അവളുടെ പെരുമാറ്റത്തിൽ എന്തോ ഒരു വ്യത്യാസം അവന് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവളുടെ അടുത്തോട്ട് ചെന്നിട്ട് നീ നമ്മളുടെ ഇടയിൽ എന്തെങ്കിലും സംഭവിക്കാനായിട്ട് കാത്തിരിപ്പുണ്ടോ എന്ന് ചോദിക്കും. അവൾക്ക് എന്ത് പറയണമെന്ന് അറിയത്തില്ല. അവൾ അങ്ങ് വല്ലാണ്ടായിട്ട് അവിടെ നിന്ന് ഇറങ്ങി ഓടിപ്പോവും. ആ ഒരു ഏരിയയിൽ നിൽക്കത്തില്ല, വർക്ക്ഷോപ്പിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങിപ്പോവും. അവിടെ നിൽക്കുന്ന ആൾക്കാർക്കൊന്നും മനസ്സിലാവത്തില്ല ഇത്രയും നേരം കളിച്ച് ചിരിച്ച് നടന്ന പെൺകുട്ടിയായിരുന്നു, എന്നാലും പെട്ടെന്ന് തന്നെ എന്തോ പറ്റിയിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. കൂട്ടുകാരനൊക്കെ അന്തം വിട്ട് കണക്ക് നിൽപ്പുണ്ട്. അവൻ വിളിച്ചിട്ട് പോലും വിളി കേൾക്കാതെയാണ് മുമു അവിടെ നിന്ന് ഓടിപ്പോയത്. അതുപോലെ ജിന്നിനും എന്തോ പോലെ ആയിട്ടുണ്ട്. അങ്ങനെ പറയണ്ടായിരുന്നു എന്ന് തോന്നിപ്പോയി. അവളുടെ പെരുമാറ്റത്തിൽ എന്തോ ഒരു വ്യത്യാസം അവന് തോന്നിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പൊ അങ്ങനെ ചോദിച്ചത്. പക്ഷെ അവൻ ചോദിച്ച രീതി ശരിയായില്ല. കട്ട് ചെയ്താൽ ഓണറിനെ കാണിക്കുകയാണെങ്കിൽ അവൻ മുമുന്റെ അമ്മയുടെ കടയിൽ വന്നിട്ടുണ്ട്. അതായത് അച്ഛന്റെ കടയാണ്, അമ്മയുടെ കൂടെ കടയാണ്. അവിടെ വന്നിട്ട് അമ്മയോട് അവന് കഴിക്കാനായിട്ട് കാര്യങ്ങൾ ഓർഡർ ചെയ്യും. അമ്മ എന്തോ ഒരു ആവശ്യത്തിനായിട്ട് അവന് ഫുഡൊക്കെ എടുത്തു കൊടുത്തിട്ട് അവിടെ നിന്ന് മാറിപ്പോവും. പോണതിന് മുമ്പ് ജിന്നിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ കസ്റ്റമർ ഉണ്ട്, അതുകൊണ്ട് തന്നെ അവന് വേണ്ടത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ എടുത്തു കൊടുക്കണമെന്ന്. ജിൻ അവിടെ എന്തൊക്കെ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പൊ ഓണറിന് കൊണ്ടു കൊടുത്ത ആ ഫുഡ് കഴിച്ചു നോക്കുമ്പോൾ ഓണറിന് അത് ഇഷ്ടപ്പെടത്തില്ല. കാരണം അത് ഒരുപാട് ഉപ്പ് പോലെ ഫീൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അടുക്കള ഭാഗത്ത് ചെന്ന് നോക്കുമ്പോൾ അവിടെ ജിന്നിരുന്ന് എന്തോ കഴിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അതേ ഫുഡ് ഐറ്റം അവനും വേണമെന്ന് പറയും. അതുകൊണ്ട് തന്നെ ജിന്ന് അത് ഉണ്ടാക്കി കൊണ്ടുവന്ന് അവന് കൊടുക്കും. കൊടുക്കുന്ന സമയത്ത് ഓണർ ജിന്നിന് ഒരു കാര്യം കൊടുക്കുകയാണ്. മറ്റൊന്നുമല്ല, ആ ഒരു തൊപ്പിയാണ്. ഓണറിന് മനസ്സിലായിട്ടുണ്ട് അന്ന് അവനുമായിട്ട് റേസ് ചെയ്തത് ജിന്നാണെന്ന്. ജിന്നിന്റെ തലയിലായിരുന്നല്ലോ അന്ന് ആ തൊപ്പി ഇരുന്നത്. ജിന്നിന് മനസ്സിലായി ആ ഒരു കാര്യം ഓണർ കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന്. അതുപോലെ തന്നെ ജിൻ അന്ന് ആദ്യമായിട്ട് ബാറിൽ വെച്ച് ഫൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ബോക്സിംഗ് ഒക്കെ ചെയ്യുന്ന സ്ഥലത്ത് വെച്ച് അന്നൊരു വലിയ മനുഷ്യനെ അടിച്ചു തോപ്പിച്ചു. ആർക്കും ആ ഒരു മനുഷ്യനെ അടിച്ചു തോപ്പിക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ലായിരുന്നു. എന്നാൽ അവനെ അടിച്ചു തോപ്പിച്ചത് കൊണ്ട് തന്നെ ഈ ഓണറിന് മനസ്സിലായി ജിന്ന് സാധാരണ ഒരു മനുഷ്യനല്ല, അവന് നല്ല കഴിവുണ്ടെന്ന്. അതുകൊണ്ട് തന്നെ ഫൈറ്റിന് ശേഷം ജിന്നിനെ പോയി കണ്ടിട്ട് അവനോട് ചോദിച്ചു, നീ എന്റെ ടീമിൽ ചേരാനായിട്ട് താല്പര്യപ്പെടുന്നുണ്ടോ? മറ്റൊന്നുമല്ല, സ്നേഹിയുടെ അച്ഛന്റെ കൂട്ടാളികളുമായിട്ട് ഫൈറ്റ് ചെയ്യണമെന്ന്. അന്നൊരു ബോക്സറുമായിട്ട് ഫൈറ്റ് ചെയ്തില്ലേ, നരച്ച മുടിയുള്ള ഒരു ബോക്സർ, അവനുമായിട്ട് ഫൈറ്റ് ചെയ്യുവാണെങ്കിൽ, അവനുമായിട്ട് ഫൈറ്റ് ചെയ്ത് ജയിക്കുകയാണെങ്കിൽ ജിന്നിന് കുറച്ച് പൈസ കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ജിന്ന് ഫൈറ്റ് ചെയ്തത്. അപ്പൊ ഇവര് തമ്മിൽ നേരത്തെ ഡീലിങ്സ് ഉണ്ടായിരുന്നു. ഇപ്പൊ പ്രസന്റിലോട്ട് വന്നാൽ ജിന്നിനോട് അവനുമായിട്ട് റേസ് ചെയ്യാനായിട്ട് താല്പര്യമുണ്ടോ എന്ന് ചോദിക്കും. എന്നാൽ ജിന്നിന് താല്പര്യമില്ല, ഞാൻ ചുമ്മാതാ വണ്ടി ഓടിക്കണമെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് മാറിപ്പോവും. ഈ ജിന്നിന്റെ കാര്യത്തിൽ ഓണറിന് നല്ല താല്പര്യമുണ്ട്. എന്നാൽ ജിന്ന് വലിയ മൈൻഡ് ആക്കുന്നില്ല. ഓണറിന് അറിയാം അവൻ നല്ല കഴിവുള്ളവനാണ്, ചെറുതായിട്ടൊന്ന് പുഷ് ചെയ്ത് കൊടുത്താൽ അവൻ നല്ല നിലയിലെത്തുമെന്ന്. ഇതിനുശേഷം ജിന്ന് കാർ എടുത്ത് നേരെ പോയി കാണുന്നത് അവന്റെ അച്ഛനെയാണ്. അവന് റേസിംഗ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ റേസ് ചെയ്യാനായിട്ട് കഴിയുന്നില്ല. കാരണം അന്ന് അവൻ തേർഡായി പോയില്ലേ. അതുകൊണ്ട് തന്നെ അച്ഛനോട് ടിപ്സ് ചോദിക്കാനായിട്ടാണ് വന്നിരിക്കുന്നത്. അച്ഛനോട് ചോദിക്കും, നിങ്ങൾ പഴയ ഒരു നല്ല റേസർ അല്ലായിരുന്നോ, എങ്ങനെയാണ് നല്ല രീതിയിൽ റേസ് ചെയ്യാനായിട്ട് കഴിയാന്ന്. അച്ഛൻ പറഞ്ഞു കൊടുക്കും, അതെന്ന് വെച്ചാൽ കുറെ നാള് പ്രാക്ടീസ് ചെയ്ത് ദേഹം കാർ ഓടിക്കുന്നതുമായിട്ട് അങ്ങ് വഴങ്ങും. അവന്റെ തലച്ചോറ് ചിന്തിക്കുന്നതിന് മുമ്പ് അവന്റെ കൈ അനങ്ങാനായിട്ട് തുടങ്ങും. മസിൽ മെമ്മറി പോലെ. ഡ്രൈവിംഗ് ചെയ്യുന്ന ആൾക്കാരെ കണ്ടിട്ടില്ലേ, അവര് നല്ല ഈസി ആയിട്ടല്ലേ വണ്ടി ഓടിക്കുന്നത്. ആദ്യമായിട്ട് വണ്ടി ഓടിക്കുന്ന ആൾക്കാർ എഫോർട്ട് എടുക്കേണ്ടി വരും, അവർ കഷ്ടപ്പെട്ടിട്ടായിരിക്കും ഓടിക്കുന്നത്. എന്നാൽ ഓടിച്ചോടിച്ച് പരിചയമാകുമ്പോൾ അവരുടെ കൈയും കാലും താനെ അതിനനുസരിച്ച് വർക്ക് ആക്കിയോളും. അത് അച്ഛൻ പറഞ്ഞു കൊടുക്കും. പല തവണയായിട്ട് പ്രാക്ടീസ് ചെയ്യണം. ഈ നേരം മുമു എന്ത് ചെയ്യാന്ന് നോക്കിയാൽ അവൾ ക്ലാസ്സിൽ വന്നിട്ടുണ്ട്. എന്നാൽ അവൾക്ക് ക്ലാസ്സിൽ ശ്രദ്ധിക്കാനായിട്ട് കഴിയുന്നില്ല. കാരണം ജിന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് അവളുടെ മനസ്സിൽ കിടക്കുന്നത്. അവൻ അവളോട് അങ്ങനെ പെരുമാറുമെന്ന് അവൾ ഒരിക്കലും കരുതിയിട്ടില്ലായിരുന്നു. വീണ്ടും ജിന്നിനെ കാണിക്കുകയാണെങ്കിൽ അവൻ അവന്റെ വർക്ക്ഷോപ്പിൽ വന്നിട്ടുണ്ട്. അങ്ങോട്ട് കൂട്ടുകാരൻ വന്നിട്ട് അവനോട് ചോദിക്കും, ഞാൻ മുമുവിന് മെസ്സേജ് അയച്ചിട്ട് അവൾ ഒന്നിനും റിപ്ലൈ തരുന്നില്ല. കൂട്ടുകാരൻ അവളെ എങ്ങോട്ടോ പോകാനായിട്ട് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ മുമു വരുന്നില്ലെന്നാണ് പറഞ്ഞത്. കാരണം മറ്റൊന്നുമല്ല, ജിന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ അവൾക്ക് മനസ്സിൽ കിടപ്പുണ്ട്. അതുകൊണ്ടാണ്. ഇതിനുശേഷം ജിന്ന് പോയിട്ട് അച്ഛന്റെ കടയിൽ നിന്ന് ഫുഡ് എടുത്ത് പല സ്ഥലങ്ങളിലായിട്ട് കൊണ്ടു കൊടുക്കും. അതും ബൈക്കിലൊന്നുമല്ല,
കാറിലാണ് അവൻ ഡെലിവറി ചെയ്യുന്നത്. അതിലൂടെ അവൻ പ്രാക്ടീസ് ചെയ്യുമല്ലേ. എനിക്ക് തോന്നുന്നു അവരുടെ നാട്ടിലൊക്കെ പെട്രോളിന് വില കുറവാണെന്ന്, അതുകൊണ്ടായിരിക്കണം കാറിലൊക്കെ ഡെലിവറി ചെയ്യുന്നത്. ആ കാർ എന്നൊക്കെ പറഞ്ഞാൽ നല്ല പവർഫുൾ ആയിട്ടുള്ള കാറാണ്. മൈലേജ് ഒക്കെ ഒരു 15 നോക്കിയാലും മതി, അതിന് താഴോട്ടൊക്കെ കിട്ടും. അവൻ ഓടിക്കുന്നത് മസ്റ്റേഡ് മിയാത്ത എന്ന് പറയുന്ന മോഡലാണ്. അങ്ങനെ അവൻ ഡെലിവറി ചെയ്യും. ഡെലിവറി ചെയ്ത് രാത്രി ആയിട്ടുണ്ട്. രാത്രി പോകുന്ന സമയത്ത് അവനെ തടഞ്ഞുകൊണ്ട് ഒരു പോലീസുണ്ട്. ആ സമയം കുറെ ട്രക്കുകൾ അങ്ങോട്ട് പോകുന്നുണ്ട്. ട്രക്കൊക്കെ പോയതിനു ശേഷം അവൻ അതിന്റെ പിന്നാലെ ഫോളോ ചെയ്ത് പോകും. പിന്നെ ഈ ട്രക്ക് പോകാനായിട്ട് കുറെ നേരം അവൻ അവിടെ നിൽക്കുന്നുണ്ട്. അവൻ ഈ റേസിംഗിൽ പങ്കെടുക്കുന്നത് മറ്റൊന്നിനുമല്ല, നേക്കിയുടെ അച്ഛൻ ഇല്ലീഗലായിട്ട് എന്തൊക്കെ ചെയ്യുന്നുണ്ട്. അയാൾക്കെതിരെ അയാളുടെ ഡ്രൈവറായിട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അയാൾക്കിട്ട് പണി കൊടുക്കാനായിട്ട് ഇവൻ ആ ഒരു ടോപ്പ് 10 കയറിയാൽ മാത്രമേ ഇവൻ അങ്ങനെ ഡ്രൈവർ ആവാൻ പറ്റത്തുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് ഇവൻ ഇത്രയധികം കഷ്ടപ്പെടുന്നത്. എന്തായാലും അവൻ ഈ ട്രാഫിക് ഒക്കെ കഴിഞ്ഞിട്ട് കാർ എടുത്തൊരു സ്ഥലത്ത് ചെല്ലും. അവിടെ തന്നെ ഒരു ലേഡി വെള്ളം കോരി ഒഴിക്കുന്നുണ്ട് റോഡിലോട്ട്. അവന്റെ കാറിൽ വന്ന് വീഴാണ്. എന്നാൽ അവൻ വഴക്കൊന്നും ഉണ്ടാക്കാതെ ഡെലിവറി കൊണ്ട് കൊടുക്കും. അതുപോലെ തന്നെ ഇയാൾ കുറെ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഈ ഫുഡ് വാങ്ങാൻ വന്ന ആളെ പെട്ടെന്ന് തന്നെ ഫുഡ് വേണമെന്ന് പറഞ്ഞിട്ട്, അതുകൊണ്ട് തന്നെ അവൻ പെട്ടെന്നാണ് ഫുഡ് കൊണ്ടുവന്ന് കൊടുത്തത്. ഈ നേരം മുമു എന്ത് ചെയ്യാന്ന് നോക്കിയാൽ അവൾ അവളുടെ റൂമിൽ കിടപ്പുണ്ട്. ആരുടെ റൂമില്? ജിന്ന് കൊടുത്ത റൂമിൽ. അവിടെ കിടന്നിട്ട് ഒരു സ്വപ്നം കാണാണ്. മറ്റൊന്നുമല്ല, അവളും ജിന്നുമായിട്ടുള്ള റൊമാൻറ്റിക് നിമിഷങ്ങളാണ് അവൾ സ്വപ്നം കാണുന്നത്. അതൊക്കെ കണ്ട് അവൾ കിടന്നിട്ട് പെട്ടെന്ന് തന്നെ ഞെട്ടി എണീക്കും. അവൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അവൾക്ക് ഇങ്ങനത്തെ സ്വപ്നങ്ങളൊക്കെയാണ് വരുന്നത്. എന്നാൽ അവളുടെ സ്വന്തം സഹോദരനൊന്നും അല്ല. ഇതിനുശേഷം അവൾ അവനെ പറ്റി ഇരുന്ന് ആലോചിക്കും. ഇതുവരെ നടന്ന ഓരോ കാര്യങ്ങളും ആലോചിക്കും. അവനോട് ഈ കാര്യം എങ്ങനെ പറയണമെന്ന് അറിയത്തില്ല. അങ്ങനെ അതൊക്കെ ആലോചിച്ച് നേരം പുലർന്നിട്ടുണ്ട്. അവൾ രാത്രി ഇരുന്ന് ആലോചിക്കാൻ തുടങ്ങിയതാണ്. എന്നാൽ രാവിലെ ആയിട്ടുണ്ട്. ഇതിനുശേഷം അവളുടെ ക്ലാസ്സിന് പോകും. ക്ലാസ്സിന് പോയിരുന്ന് പഠിക്കുമ്പോൾ അങ്ങോട്ടൊരുത്തം വരുന്നുണ്ട്. അവനാണെങ്കിൽ ഒരു കാട്ടുകോഴിയാണെന്ന് വേണമെങ്കിൽ പറയാം. അവൻ വന്ന് മുമ്മുവിനെ പരിചയപ്പെടാനായിട്ട് നോക്കുമ്പോൾ അവൾ വലിയ മൈൻഡൊന്നും കാണിക്കുന്നില്ല. ആ നേരമായിരിക്കും സാറ് വരുന്നത്. അവനെ വഴക്ക് പറയും ഇരുന്ന് പഠിക്കാനായിട്ട്. എന്തായാലും ക്ലാസ് കഴിയുമ്പോൾ വീണ്ടും അവളോട് മിണ്ടാനായിട്ട് ശ്രമിക്കും. എന്നാൽ അവൾ മിണ്ടില്ല. അവൾ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ പുറത്തോട്ട് ഇറങ്ങിപ്പോവും. ഇവന്റെ ശല്യം സഹിക്കാൻ വയ്യാതെ അവള് നേരെ ലേഡീസ് ബാത്റൂമിൽ കയറിയിട്ട് കൂട്ടുകാരിനെ വിളിക്കും. ഇവൻ ലേഡീസ് ബാത്റൂം ആയതുകൊണ്ട് തന്നെ അകത്തോട്ട് കയറി വരുന്നില്ല. കൂട്ടുകാരിനോട് ഇവനെ പറ്റി ചോദിക്കും. കാരണം ഈ പരിചയപ്പെടാൻ നേരത്ത് അവൻ അവളോട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവനെന്ന് പറഞ്ഞാൽ ഒരു കാട്ടുകോഴിയാണ്. അതുപോലെ തന്നെ അവന്റെ ഒരുപാട് പൈസയുണ്ട്. പക്ഷെ പലതവണയായിട്ട് കോളേജിൽ കയറാനായിട്ട് ഇവൻ എൻട്രൻസ് എക്സാം എഴുതാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ എല്ലാ പ്രാവശ്യവും തോറ്റു പോവുകയാണ് ചെയ്തത്. അതിനെ പറ്റിയൊക്കെ കൂട്ടുകാരി പറഞ്ഞു കൊടുക്കും. എന്നാൽ പിന്നെ ശരിയെന്ന് പറഞ്ഞ് അവള് ഫോൺ വെച്ചിട്ട് ബാത്റൂമിൽ തന്നെ ഒരു ജനാലയുണ്ട്, അത് തുറന്നിട്ട് പതിയെ പുറത്തോട്ട് ഇറങ്ങി ചെല്ലും. അവള് പുറത്തോട്ടിറങ്ങി നടന്നു പോകുമ്പോൾ എന്താ കാണുന്നത്? ജിന്ന് ഒരാളുമായിട്ട് നിന്ന് സംസാരിക്കുന്നു. അതുപോലെ തന്നെ ജിന്നിന് എന്തോ ഒരു സാധനം കൊടുക്കുന്നുണ്ട്. ജിന്ന് ആ സാധനം വാങ്ങിച്ചിട്ട് അവന് പൈസ കൊടുക്കുമ്പോൾ ഇപ്പം വന്ന ആള് പറയും, എന്റെ ബോസ് നിങ്ങളോട് പറയാൻ പറഞ്ഞു, നിനക്ക് വേണ്ടി പണിയെടുക്കുന്നത് അത്രയും വലിയ മഹത്തായിട്ടുള്ള കാര്യമാണ്, അതുകൊണ്ട് പൈസ വേണ്ടാന്ന്. എന്നാൽ ജിന്ന് പൈസ എടുത്ത് കൊടുത്തിട്ട് നീ ചെയ്ത കൂലിക്കുള്ള പൈസ നിനക്ക് വേണമെന്ന് പറയും. മുമ്പ് അവൻ്റെ അടുത്ത് ഓടി ചെല്ലാനായിട്ട് ചെല്ലുമ്പോൾ അങ്ങോട്ട് മറ്റേ അവൻ വരുന്നുണ്ട്. നേരത്തെ പരിചയപ്പെടാനായിട്ട് ശ്രമിച്ച അവൻ വന്ന് മുമ്മുവിനോട് സംസാരിക്കാനായിട്ട് ശ്രമിക്കും. എന്നാലും മുമ്പ് ഒന്ന് മാറടാന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് മാറിപ്പോകും. നേരെ ജിന്നിന്റെ അടുത്താണ് ചെല്ലുന്നത്. ജിന്നും അതുപോലെ തന്നെ ഇപ്പം വന്ന ആള് സിഗരറ്റ് വലിക്കാനായിട്ട് നിന്നതാണ്. എന്നാലും മുമു വന്ന ഉടനെ ആ ഒരു സിഗരറ്റ് എടുത്ത് കളയും. അതുപോലെ തന്നെ മുമുവിനെ ആ ഒരു പയ്യൻ ശല്യപ്പെടുത്തുന്നത് ജിന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ പ്രതികരിച്ചൊന്നുമില്ല. മുമുവിനെ കണ്ട ഉടനെ മറ്റവൻ അവിടെ നിന്ന് പോവും. ആ ഒരു വാങ്ങിച്ച സാധനം ജിന്ന് കാറിന്റെ അകത്തോട്ട് എറിയാണ്. മുമുവിനെ വീട്ടിൽ കൊണ്ടാക്കാനായിട്ട് വിളിക്കും. അവളും എന്തോ പോലെ അവന്റെ പിന്നാലെ ചെല്ലുന്നുണ്ട്. അവളുടെ മനസ്സിൽ മൊത്തം ഇവൻ എന്തെങ്കിലും ഡ്രഗിന്റെ പിന്നാലെ നടക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഇല്ലീഗലായിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്നുള്ള ഡൗട്ടുകളൊക്കെയാണ്. ഇവൻ എന്തൊക്കെയോ ഒളിപ്പിക്കുന്നുണ്ടെന്ന് അവൾക്കറിയാം. പക്ഷെ എന്തൊക്കെയാണെന്ന് കറക്റ്റായിട്ട് അറിയത്തില്ല. പോകുന്ന വഴിക്ക് ജിന്നിനോട് ചോദിക്കും, നീ അവനുമായിട്ട് എന്താണ് കണക്ഷൻ, എന്താണ് നീ ചെയ്യുന്നതെന്ന്. എന്നാൽ അതിന് മറുപടി പറയാതെ ജിന്ന് അവളോട് ചോദിക്കും, ഇന്ന് കണ്ട ആ പയ്യൻ ആരാണെന്ന്. അവളും അതിന് മറുപടി കൊടുക്കും, അത് മറ്റാരുമല്ല അവളുടെ കൂടെ പഠിക്കുന്ന ഒരു പയ്യനാണെന്ന്. എന്തായാലും ജിന്ന് പറയും, ഒന്ന് സൂക്ഷിച്ചോളണോന്ന്. ഇനി അവൻ എന്ത് കാര്യത്തിനാണ് അവളുടെ പിന്നാലെ നടക്കുന്നതെന്ന് അറിയാൻ പാടില്ലല്ലോ. പിറ്റേ ദിവസം തന്നെ മുമു ഡ്രസ്സൊക്കെ ഇട്ട് നേരെ ജിന്നിന്റെ വർക്ക്ഷോപ്പിൽ വരും. മുമു അങ്ങോട്ട് വരുമ്പോൾ കൂട്ടുകാരനും കൂടെ അങ്ങോട്ട് വരും. കൂട്ടുകാരൻ വന്നിട്ട് കുറെ ദിവസമായല്ലോ കണ്ടിട്ട്, ഇപ്പൊ എന്താ പരിപാടി എന്ന് ചോദിക്കുമ്പോൾ അവള് പഠിക്കുന്നതിന്റെ തിരക്കിലാന്ന് പറയും. അതുപോലെ തന്നെ ഈ മുമു ആണെങ്കിൽ ജിന്നിനെ പറ്റി ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ജിന്ന് എങ്ങനെയാണ്, അവൻ എന്താണ് പരിപാടി, ആ ഒരു കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ കൂട്ടുകാരൻ പറയും, നിനക്ക് എന്തെങ്കിലും അറിയണമെങ്കിൽ അവനോട് നേരിട്ട് ചോദിക്കേ, എന്നോട് ചോദിക്കണ്ട. ആ നേരമായിരിക്കും ജിന്ന് പുറത്തോട്ടിറങ്ങി വരുന്നത്. അവൻ എന്തോ ഒരു പൊക്കപ്പുറത്ത് നിൽക്കുകയാണ്. എന്നാൽ അവൻ ഇറങ്ങി വന്നത് കൂട്ടുകാരൻ മാത്രമേ കാണുന്നുള്ളൂ, മുമു കാണുന്നില്ല. കൂട്ടുകാരൻ മനഃപൂർവ്വം തന്നെ മുമുവിനോട് ചോദിക്കും, നീ എന്തുകൊണ്ടാണ് നേരിട്ട് ജിന്നിനോട് ഈ കാര്യങ്ങളൊന്നും ചോദിക്കാത്തതെന്ന്. അവള് പറയും, ഞാനിപ്പോ ഇനി ചോദിച്ചാൽ അവൻ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്നെ ഇവിടെ നടിച്ച് പുറത്താക്കിയാലോ, അതുകൊണ്ടാണ് ചോദിക്കാത്തതെന്ന്. ഇനിയിപ്പം അവൻ നിന്നെ ഇഷ്ടപ്പെടാനായിട്ട് നീ എന്തൊക്കെ ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ അവള് പറയും, ഞാൻ പാട്ട് പാടും, അതുപോലെ തന്നെ ഡാൻസ് കളിക്കും, പിന്നെ ചിരിപ്പിക്കും, അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുമെന്ന്. ഇതെല്ലാം ജിന്ന് മണ്ടയിൽ നിന്ന് കേൾക്കുന്നുണ്ട്. കൂട്ടുകാരൻ പറയും, ദേ കണ്ടോ, ഈ പെൺകുട്ടി നിനക്ക് വേണ്ടി ഇത്രയും കാര്യങ്ങൾ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, എന്നിട്ടാണ് നീ അവളോട് ഇങ്ങനെ പെരുമാറുന്നത്. അപ്പൊ ജിന്ന് പറയും, എന്നാ പിന്നെ അവളോട് ഡാൻസ് കളിക്കാനായിട്ട് പറയുന്നത്. അവളത് അറിഞ്ഞില്ല. അവൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഇത് കാണുമ്പോൾ ആകെ ഞെട്ടിത്തെരിച്ച് അവിടെ നിന്ന് പോവാണ്. അന്ന് രാത്രി ജിന്ന് അവന്റെ റൂമിൽ വന്നിട്ട് ആരും ഇല്ലാത്ത നേരം നോക്കി എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? അവന്റെ ഒരു ഡ്രോയിങ് ബുക്ക് എടുത്തിട്ട് ഒരു പെൺകുട്ടീനെ പടം വരയ്ക്കുകയാണ്. അത് ഏത് പെൺകുട്ടിയായിരിക്കും? അത്
നമുക്ക് മുമ്പോട്ട് പോകുമ്പോൾ മനസ്സിലാക്കാം. അത് മറ്റാരുമല്ല, ഞാൻ മുമ്പോട്ട് പോകുമ്പോൾ മനസ്സിലാക്കാന്ന് പറഞ്ഞാലും അവൻ ചിന്തിക്കുന്നത് മുമ്മുനെ പറ്റിയാണ്, അവളെ പറ്റിയാണ് പടം വരയ്ക്കുന്നത്. അതുമല്ല, ഈ പടം വരയ്ക്കുന്ന സമയത്ത് അവളുടെ ഓരോ കാര്യങ്ങളും അവൻ ഓർക്കുന്നുണ്ട്. അവൾ ഇതുവരെ വന്നത് തൊട്ട് ഇന്നലെ നടന്ന കാര്യങ്ങൾ വരെ അതെല്ലാം ഓർത്തിട്ടാണ് അവൻ പടം വരയ്ക്കുന്നത്. പടമൊക്കെ വരച്ചു കഴിഞ്ഞിട്ട് അവൻ നേരെ അച്ഛനെ ചെന്ന് കാണും ഡെലിവറി ചെയ്യാനായിട്ട്. അച്ഛൻ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? അവന്റെ കാറ് തുറന്നിട്ട് കാറിന്റെ ABS ഇളക്കിയിടുക. ഈ ABS എന്ന് പറഞ്ഞാൽ കാറ് തെന്നാതെ നോക്കുന്ന ഒരു ഡിവൈസ് ആണ്. അതായത് ബ്രേക്ക് ചവിട്ടുന്ന സമയത്ത് കാറ് തെന്നും. ഇപ്പൊ നല്ല രീതിയിലാണ് ബ്രേക്ക് പിടിക്കുന്നതെങ്കിൽ, അപ്പൊ ABS ഇല്ലാതെ വണ്ടി ഓടിച്ച് പഠിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അതുകൊണ്ടാണ് ABS ഇളക്കി മാറ്റുന്നത്. പിറ്റേ ദിവസം തന്നെ മുമു ജിന്നിനെ കാണാനായിട്ട് വരുന്നുണ്ട്. പക്ഷേ അവന്റെ അടുത്ത് പറയാതെ അവന്റെ റൂമിൽ കയറിയിട്ട് അവന്റെ അലമാര തുറക്കും എന്തോ ഒരു ആവശ്യത്തിനായിട്ട്. ആ സമയം ആ അലമാരയിൽ നിന്ന് അവൻ വരച്ച ആ ഒരു പടം തറയിൽ വീഴുന്നുണ്ട്. അവൾ എടുത്തു നോക്കുമ്പോൾ മറ്റൊന്നുമല്ല, അത് അവളുടെ ഫോട്ടോ തന്നെയാണ്. അവൾക്ക് അത് കാണുമ്പോൾ ഒരുപാട് സന്തോഷവും അവനോട് ഒരുപാട് സ്നേഹം തോന്നും. അതുമല്ല, അവൾ അതിന്റെ ഫോട്ടോ എടുത്ത് വെക്കുന്നുണ്ട്. അവൾക്ക് നാണം തോന്നുന്നുണ്ട് കേട്ടോ ഇതൊക്കെ കാണുമ്പോൾ. ഇതൊക്കെ അവിടെ എടുത്ത് തിരിച്ചു വെച്ചിട്ട് പിന്നീട് പുറത്തോട്ടിറങ്ങി വരുമ്പോൾ അവിടെ തന്നെ ജിന്നി നിന്ന് പണിയെടുക്കുന്നുണ്ട്. അവൾ മനസ്സിൽ പറയുന്നുണ്ട് അവന് വേണ്ടി എന്തോ ഒരു സർപ്രൈസ് അവൾ കരുതി വെച്ചിട്ടുണ്ടെന്ന്. അതെന്താന്ന് നമുക്ക് മുമ്പോട്ട് പോകുമ്പോൾ മനസ്സിലാക്കാം. ഇതിനുശേഷം അവൾ കൂട്ടുകാരെയും വിളിച്ചുകൊണ്ട് പോയി വലിയൊരു റോഡിൽ പോകും. അതായത് ടാർ ചെയ്ത വലിയൊരു സ്ഥലം. അവിടെ ഇട്ട് കൂട്ടുകാരന്റെ ട്രക്ക് ഡ്രിഫ്റ്റ് ചെയ്യാണ്. എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. എന്നാൽ എത്ര ഡ്രിഫ്റ്റ് ചെയ്യാൻ നോക്കിയിട്ടും അതങ്ങോട്ട് നടക്കുന്നില്ല. അത് വലിയ ട്രക്കല്ലേ, അതുകൊണ്ട് നല്ല പാടാണ്. അവൾ ട്രക്ക് നിർത്തിയിട്ട് കൂട്ടുകാരോട് വന്ന് കാര്യം പറയും. മറ്റൊന്നുമല്ല, അവളെ കൊണ്ട് നല്ല രീതിയിൽ ഡ്രിഫ്റ്റ് ചെയ്യാനായിട്ട് കഴിയുന്നില്ല എന്ന്. അത് ആ ട്രക്ക് ആയതുകൊണ്ടാണ്. എന്നാ പിന്നെ നീ എന്റെ കാർ എടുത്ത് ഡ്രിഫ്റ്റ് ചെയ്തോന്ന് കൂട്ടുകാരി പറയും. അതുപോലെ തന്നെ മുമു അവളുടെ കാർ എടുത്ത് ഡ്രിഫ്റ്റ് ചെയ്യും. അതൊരു കുഞ്ഞു മിനി കൂപ്പർ ആണ്. അവൾ അത് ഡ്രിഫ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഈ നേരം ഓണർ ഒരു ഹോട്ടലിൽ ചെല്ലുന്നുണ്ട്. അവിടുത്തെ ഡോറൊക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് തുറന്ന് അകത്തോട്ട് കയറി ചെല്ലും. അതിന്റെ പാസ്വേഡൊക്കെ നേരത്തെ അറിയാവുന്നതുപോലെ. അതിനകത്ത് മറ്റാരുമല്ല, ആ ഒരു പ്ലേ ബോയ് ആണ്. അവൻ ഏതൊരു പെൺകുട്ടിയായിട്ട് അവിടെ സമയം പങ്കിടുമായിരുന്നു. ഇപ്പൊ ഓണർ വന്നതുകൊണ്ട് തന്നെ ആ പെൺകുട്ടി അവിടെ നിന്ന് ഇറങ്ങിപ്പോവും. ഓണറിനോട് എന്താ കാര്യമെന്ന് ചോദിക്കും. മറ്റൊന്നുമല്ല, ജിന്നിന്റെ കാര്യത്തിനെ പറ്റി തിരക്കാനായിട്ടാണ് വന്നേക്കുന്നത്. ആ ഒരു മത്സരത്തിന് പങ്കെടുത്തത് അത് ആരാണെന്ന്, അത് മൂന്നാമതായിട്ടുള്ള ആ ഒരു പയ്യൻ ആരാണെന്ന്, അത് ജിന്നാണെന്ന് പറഞ്ഞു കൊടുക്കും. ജിന്ന് നല്ലൊരു കഴിവുള്ള പയ്യനാണ്. അതുപോലെ തന്നെ അവന്റെ കാർ അടിപൊളിയാണ്. പക്ഷെ ആ കാറിനകത്ത് എന്തോ ഒരു സംഭവം കിട്ടാനില്ല. അതിന് കാരണം മറ്റൊന്നുമല്ല, ആരൊക്കെയോ അവനെ ടാർഗറ്റ് ചെയ്ത് ആ പാർട്സ് എല്ലാം സ്റ്റോക്ക് കണക്കിന് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അവൻ ആ പാർട്സ് കൊടുക്കാതിരിക്കാനായിട്ട്. അത് മറ്റാരുമല്ല, അത് സ്നേക്കിയുടെ അച്ഛനാണ്. സ്നേക്കിയുടെ അച്ഛന് ജിന്നിനോട് എന്തൊക്കെയോ വൈരാഗ്യമുണ്ട്, അതെന്താന്ന് അറിയില്ല. എന്നാൽ ഈ ഒരു ഓണറിന് ജിന്നിനെ സഹായിക്കാനായിട്ട് നല്ല താല്പര്യമുണ്ട്. പ്ലേ ബോയിനോട് ചോദിക്കും അവൻ ഏതൊക്കെ പാർട്സ് ആണോ വേണ്ടത് അതിന്റെ എല്ലാം പേരിട്ടേക്കാൻ. എന്നാൽ അവൻ അത് കൊടുക്കാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. എന്നെ കൊണ്ടൊന്നും കഴിയത്തില്ല എന്ന് പറയുമ്പോൾ ഓണർ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? അവിടെ കിടക്കുന്ന ഒരു ഷർട്ട് എടുത്തുകൊണ്ട് വന്ന് തറയിലോട്ട് കളയാനായിട്ട് മിരട്ടും. അതൊരുപാട് വില കൂടിയ എക്സ്പെൻസീവ് ആയിട്ടുള്ള അതുപോലെ തന്നെ ലിമിറ്റഡ് എഡിഷൻ ഷർട്ടാണ്. അയ്യോ കളയല്ലേ എന്ന് പറഞ്ഞിട്ട് ഓണറിന് നമ്പർ അയച്ചു കൊടുക്കും. നമ്പർ മീൻസ് ആ ഒരു പാർട്സിന്റെ നമ്പറാണ്. അതുപോലെ ഈ ഒരു പ്ലേ ബോയ് ഒരു കാര്യം പറയുന്നുണ്ട്. ജിന്നിന് എന്തൊക്കെയോ ഒരു പ്രശ്നങ്ങളുണ്ട്. അവൻ ഒരു ദിവസം റേസ് ചെയ്യാനായിട്ട് അവന്റെ ഗേൾ ഫ്രണ്ടിനെയും കൊണ്ടാണ് വന്നത്. അത് മറ്റാരുമല്ല, മുമു തന്നെ ആണെന്ന്. മുമുവിനെ പറ്റി ഓണറിന് അറിയാലോ, അതുകൊണ്ട് തന്നെ മുമു ആണെന്ന് ഓണറിന് മനസ്സിലാവുന്നുണ്ട്. ഇപ്പൊ ഓണർ അവനോട് ഒരു കാര്യം പറയും, നമുക്കിപ്പോ തന്നെ മുമുവിനെ കാണാനായിട്ട് പോകണമെന്ന്. എന്തോ ഒരു ആവശ്യത്തിനായിട്ട്. ഞാനൊന്ന് കുളിക്കട്ടോ എന്ന് ചോദിക്കുമ്പോൾ അതിനൊന്നും സമയമില്ല എന്ന് പറഞ്ഞിട്ട് ഓണർ അവിടെ നിന്ന് ഇറങ്ങിപ്പോവും. വീണ്ടും മുമുവിനെ കാണിക്കുകയാണെങ്കിൽ അവൾ കൂട്ടുകാരിയുടെ കാർ ഡ്രിഫ്റ്റ് ചെയ്യാനായിട്ട് നോക്കി. എന്നാലും നടക്കുന്നില്ല. അതങ്ങോട്ട് കറക്റ്റ് ആവുന്നില്ല. അവൾ കാറിൽ നിന്ന് പുറത്തിറങ്ങി വന്ന് കൂട്ടുകാരിയോട് പറയും അവളെ കൊണ്ട് ആ കാറിൽ ഡ്രിഫ്റ്റ് ചെയ്യാനായിട്ട് കഴിയുന്നില്ല. അത് ഓട്ടോമാറ്റിക് കാർ ആയതുകൊണ്ടാണ് കഴിയാത്തതെന്ന്. ഇപ്പൊ എന്ത് ചെയ്യുമെന്ന് അറിയാൻ പാടില്ല. അവൾക്ക് മാനുവൽ ആയിട്ടുള്ള ഒരു കാർ വേണം. ആ നേരമായിരിക്കും അങ്ങോട്ട് രണ്ടുപേരുടെ എൻട്രി. അത് മറ്റാരുമല്ല, ഓണറും അതുപോലെ തന്നെ പ്ലേ ബോയ് ആണ്. കൂട്ടുകാരിക്ക് സന്തോഷമാവുന്നുണ്ട്. കസിനോട് കാറിന്റെ കാര്യം പറഞ്ഞാൽ പോരെ, അവൻ പഠിപ്പിച്ചു കൊടുക്കും മുമ്പിന് ഡ്രിഫ്റ്റ് ചെയ്യാനായിട്ട്. ഇവർ രണ്ടുപേരും കൂടെ കാർ എടുത്ത് അങ്ങോട്ട് വരികയാണ്. ഇനി നടക്കാൻ പോകുന്നത് അടുത്ത എപ്പിസോഡിൽ മനസ്സിലാക്കാം. ഇപ്പൊ ഇതും കാണിച്ചുകൊണ്ടാണ് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നത്. എന്നാ പിന്നെ അടുത്ത എപ്പിസോഡുമായിട്ട് കാണും വരെ ഓക്കെ ബൈ.